ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ജാമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചുവപ്പ് കളറുള്ള 5 ഫാഷൻ ഫ്രൂട്ടാണ്. ഇനി ഇതിനെ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പൾപ്പിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പൾപ്പിനെ മാറ്റുമ്പോൾ നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പൾപ്പിനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വെള്ള ഭാഗമുണ്ട്, ആ ഭാഗം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ 5 ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിനെയും മാറ്റിയെടുക്കാം. അപ്പോൾ ഈ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ തോടാണ് യൂസ് ചെയ്യുന്നത്. തോട് യൂസ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ തോട് യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഇതിൻ്റെ കസിൻ ശാന്താത്ത പറഞ്ഞു തന്നതാണ്. വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഇതുപോലെ മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാത്തിനെയും നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തോടിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ പൾപ്പിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. കുരു അടിഞ്ഞു പോവാതെ അടിച്ചെടുക്കണം. ഇനി ഇതിനെ ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ഫാഷൻ ഫ്രൂട്ടിൻ്റെ തോടിൽ നിന്ന് ഈ കുഴമ്പ് ഭാഗമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ കുഴമ്പ് ഭാഗം നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് പോലത്തുള്ള ഭാഗത്തിനെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൻ്റെയും കുഴമ്പ് ഭാഗം എടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിനെ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം, എന്നാലേ നമ്മളുടെ ജാം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനെ വേവിക്കാനുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ച് ഇതിനെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ജാം ആവാനായിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് കുറുകിയെടുക്കുക ചെയ്യുന്നത്. ഇതാണ് ജാമിൻ്റെ പാകം. ഇനി ഇതിനെ ചൂടോടെ തന്നെ കുപ്പിയിലേക്ക് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജാം തയ്യാറാക്കാൻ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്